കന്നുകാലികളിൽ ഉണ്ടാകുന്ന എച്ച് രോഗം ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം പെട്ടെന്നില്ലാതാക്കിയതോടെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകൻ ഇടുക്കി മാങ്കുളം സ്വദേശി ബാബുരാജ്. ബാബുരാജിന്റെ 3 പശുക്കളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ എച്ച് രോഗബാധയേറ്റ് ചത്തത്. ഉണ്ടായ വലിയ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. ക്ഷീരമേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നയാളാണ് ബാബുരാജ്. 4 വലിയ പശുക്കൾ ബാബുരാജിനുണ്ടായിരുന്നു. 35 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുകയും 1700 രൂപയ്ക്കടുത്ത് ദിവസേന വരുമാനം കണ്ടെത്തുകയും ചെയ്തിരുന്ന ആളാണ് ഈ ക്ഷീരകർഷകൻ. എന്നാൽ കന്നുകാലികളിൽ ഉണ്ടാകുന്ന എച്ച് രോഗം ബാബുരാജിന്റെ വരുമാനം വഴിമുട്ടിച്ചു. എച്ച് രോഗബാധയേറ്റ് കറവയുണ്ടായിരുന്ന 2 പശുക്കളും ഗർഭിണിയായിരുന്ന 1 പശുവും അടുത്തടുത്ത ദിവസങ്ങളിൽ ചത്തു. കഴിഞ്ഞ 10-ാം തീയതി, 12-ാം തീയതി, 16-ാം തീയതി എൻ്റെ 3 പശുക്കൾ മരിച്ചു പോയി. അതിൽ 2 കറവ പശുവും 1 കുത്തിവെപ്പിച്ച കിടാവുമാണ് മരിച്ചത്. ഇത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ്. രോഗബാധയേറ്റ് പശുക്കൾ ചത്തതിലൂടെ 2 ലക്ഷത്തോളം രൂപ ഈ ക്ഷീരകർഷകന് നഷ്ടം സംഭവിച്ചു. പശുക്കൾക്ക് അസുഖം ബാധിച്ചതോടെ ചികിത്സക്കായും പശുക്കൾ ചത്തതോടെ മറവ് ചെയ്യാനുമൊക്കെയായി 1/2 ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചു. മേഖലയിൽ വെറ്ററി ഡോക്ടർ ഇല്ലാത്തതും ക്ഷീരകർഷകർക്ക് വിനയാകുന്നുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പോയി, പുതിയ ഡോക്ടർ വന്നു. പുള്ളിക്കാരത്തി ഒരാഴ്ച ഇവിടെ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് പുള്ളിക്കാരത്തി പോവുകയും ചെയ്തു. ഡോക്ടർ ഇല്ല. പിന്നെ മൂന്നാറിൽ നിന്ന് മൊബൈൽ യൂണിറ്റും ഒക്കെ വന്നാണ് അവർ നോക്കി ചികിത്സിച്ചത്. എന്നിട്ടും 3 പശുക്കളും മരിച്ചു പോയി. എല്ലാം കൂടെ 2 ലക്ഷം രൂപയുടെ നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ കാലിത്തൊഴുത്തിൽ ഇനി അവശേഷിക്കുന്നത് 1 പശുവും 2 കിടാക്കളും മാത്രമാണ്. ഇവയ്ക്ക് രോഗം വരാതിരിക്കാൻ തൊടുപുഴയിൽ നിന്നും വാക്സിൻ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. ക്ഷീരമേഖലയിൽ തുടരുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങി വരുന്ന സമയത്താണ് ഈ മേഖലയിൽ അതിജീവനം നടത്തിയിരുന്ന ബാബുരാജിന് പശുക്കളിലെ എച്ച് രോഗബാധ വിനയായത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.